ഹലോ. ഹലോ, എന്താ കട്ടായി പോയേ? എനിക്കറിയില്ല, പറഞ്ഞോ. നിങ്ങൾ ഫ്രീ അല്ലേ സംസാരിക്കാൻ ഇപ്പോ? എന്താ പറയാനുള്ള എന്താണ്? അല്ല, ഒരു പ്രസംഗം കേൾക്കുകയുണ്ടായി, നിങ്ങളതല്ല വേറെ പ്രസംഗം. ഉം. ഈ ഖിയാമത്ത് നാളില് നബിമാരുടെ ഷഫാഅത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഉമ്മത്തുകളൊക്കെ ഓരോ നബിമാരുടെ അടുത്ത് ചെല്ലും എന്നുള്ള ഹദീസ് ഉണ്ട്. ഉം. അതിന് നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത് ആ ഒരു ഹദീസിനെ? ഹദീസിനെ സമീപിക്കേണ്ടതോ? ആ എന്താ ഹദീസിന് എന്താ കുഴപ്പം? നബിമാര് അള്ളാഹുവിനോട് ഡയറക്റ്റ് അല്ലല്ലോ ചോദിക്കുന്നത് ഉം. ഖിയാമത്ത് നാളില്. ഉം. ഖിയാമത്ത് നാളില് നബിമാരെ നിങ്ങളുടെ പേരെന്താണ്? ഇടനില കാക്കുന്ന നബിമാറ. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ഹാഷിം. ഹാഷിം. ആ, എന്ത് ചെയ്യണു? ഞാന് പഠിക്കാണ്, PG ചെയ്യാ. PG ചെയ്യാണ്. എവിടെ? ഞാന് ഡൽഹി നോർത്ത് ഇന്ത്യയിലാണ്. ഉത്തർപ്രദേശിലാണോ? ആ. ഏതാ കോളേജ്? കോളേജിന്റെ പേര് അഷ്റഫിയ എന്ന് പറയും. അഷ്റഫിയ. അവിടെ ഉസ്താദന്മാരൊന്നുമില്ലേ ഈ വിഷയങ്ങൾ ചോദിക്കാന്? അല്ല, നിങ്ങളപ്പോ നമ്പർ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്റെ വീഡിയോന്റെ സംബന്ധമായിട്ടുള്ള സംസാരിക്കാൻ. നിങ്ങളിപ്പോ ഈ ഒരു അഷ്റഫിയ പിന്നെ ഒരു കോളേജിൽ പഠിക്കുകയാണ്, അപ്പൊ ഈ വിഷയം ചോദിക്കാൻ അവിടെ ഉസ്താദന്മാരൊന്നും ഇല്ലേ? അല്ല, നിങ്ങളെ വീഡിയോ എന്നെ പരീക്ഷിക്കാന് അല്ല, എനിക്കിത് അറിയോന്ന് അറിയാൻ വേണ്ടിട്ടാണോ വിളിച്ചിട്ടുള്ളത്? പഠിക്കണ കുട്ടികളൊക്കെ നല്ല രീതിയിൽ പഠിക്കും മക്കളെ. നിങ്ങളെ ധാരണ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ല, എന്റെ ധാരണ ഇപ്പൊ നിങ്ങളെ കൊണ്ട് മാറ്റാൻ കഴിയൂല. PG ചെയ്യാണെന്നല്ലേ പറഞ്ഞേ? ഈ ഒരു ഹദീസ് നിങ്ങളുടെ അടുത്ത് വല്ല ന്യായീകരണം ഉണ്ടോ? അല്ല, ന്യായീകരിക്കല്ല എന്റെ പണി. എടാ കുട്ടി, ആദ്യം പോയിട്ട് 4 അക്ഷരം പഠിക്ക്, എന്നിട്ട് മറ്റുള്ളവരെ മക്കാറാക്കാൻ വിളിക്ക. വിശദീകരണം ഉണ്ടോ? എന്ത്? ഈ ഹദീസ് നിങ്ങളുടെ അടുത്ത് വിശദീകരണം ഉണ്ടോ? എന്ത് വിശദീകരണം? ഞാനിപ്പോ പറഞ്ഞ ഹദീസിന്. ഈ ഹദീസിന്റെ സംബന്ധമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കണേ? അള്ളാഹു ഇടനിലക്കാരെ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടനിലക്കാരെ പറ്റുന്ന എവിടെയെങ്കിലും പറഞ്ഞിക്കണോ? അതന്നല്ലേ ഞാനിപ്പോ ഹദീസ് ചെല്ലിയത്. ഏത് ഹദീസ്? നാളെ പിന്നെ പരലോകത്ത് പോയിട്ട് നിങ്ങൾ ഇടനിലക്കാരനെ ഉണ്ടാക്കണേ, ഇവിടുത്തെ ഇടനിലക്കാരുണ്ടാക്കണേന്ന് പറയാ. അപ്പൊ പരലോകത്ത് ഇടനിലക്കാരനാക്കിയാൽ ഇത് പ്രശ്നമില്ല. അനക്കിപ്പോ എന്താ അറിയണ്ടേ? അല്ലല്ലാത്തവരെ വിളിച്ചു തേടിയിട്ട് ഷിർക്ക് ചെയ്യണമെന്നാണോ? അത് പരലോകത്ത് വെച്ച് ചെയ്യാൻ പറ്റൂ? പരലോകത്ത് വെച്ച് ചെയ്യാൻ പറ്റുമോ? അത് ഷിർക്കാണോ? മുമ്പിൽ നേർക്ക് നേരെ ഉള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കഴിവിൽപ്പെട്ട കാര്യം റസൂലുള്ളാഹിനോട് ചോദിക്കണത് ഷിർക്കാവോ? എവിടുന്ന കുട്ടിയാ ജഗജ് എന്ത് PG ചെയ്യണത്? അല്ല, എന്ത് PG ചെയ്യണത്? ഇജ്ജക്കന്നെ PG ചെയ്തിട്ട് ഈ ഉമ്മത്തിന്, ഈ സമുദായത്തിന് എന്ത് ഗുണാണോ ഉള്ളത്? ഈ അല്ലല്ലാത്തവരെ വിളിച്ച് തേടാൻ വേണ്ടിട്ട് അതിനല്ലേ പിന്നെ ഉത്തർപ്രദേശില് അഷ്റഫി കോളേജിൽ പോയിട്ട് പഠിച്ചിട്ട് ഈ മൻസൂർ മണ്ണാർക്കാടിനെ വിളിച്ചിട്ട് ചലിച്ചുകൊണ്ടിരിക്കണത്? പഠിക്കാൻ പോയി കഴിഞ്ഞാൽ 4 അക്ഷരം പഠിക്കല്ലേ വേണ്ടത്? അല്ലേ? അനക്ക് പഠിക്കാം, അന്ന കുടുംബം അവിടേക്ക് വിട്ടിക്കണത് പഠിക്കാനല്ലേ? മറ്റുള്ളവരെ ഫോൺ ചെയ്തിട്ട് മക്കാറാക്കാനാണോ അന്ന അങ്ങോട്ട് വിട്ടിക്കണേ? അതിനും കൂടിയാണോ? പറഞ്ഞോ. അത് കട്ടായി പോയതാ? അല്ല, കട്ടാക്കിയതാണ്. എന്താണ് എനിക്ക് അറിയേണ്ടത്? ഇജ്ജൊരു പിന്നെ പഠനം നടത്തുന്ന ഒരു ഉപനാണെന്നൊക്കെ അല്ലേ പറഞ്ഞത്? അനക്ക് എന്താ അറിയണ്ട? ഞാനൊരു സത്യം പറയാം. അനക്ക് സത്യം പറ. ഇജ്ജ് പഠിക്കണ കോളേജിൽ ഇത് പറഞ്ഞു തരാനുള്ള മൊയന്തുകളില്ലടോ. ഞാൻ അതന്നെ, എനിക്ക് കിട്ടിയ വിവരപ്രകാരം നിങ്ങൾ പറയുന്നതായിട്ട് എതിരാവുന്നുണ്ട്. എന്ത്? എനിക്ക് കിട്ടിയ വിവരപ്രകാരം നിങ്ങൾ പറയുന്നതായിട്ട് എതിരാവുന്നുണ്ട്. എന്തെതിരാണ്? നിങ്ങൾ പറഞ്ഞ ഇടനിലക്കാരെ വെക്കല് അത് ശിർക്കാവെന്ന് പറയുന്നതും ഹദീസിലുള്ള എനിക്ക് കിട്ടിയ വിശദീകരണവും തമ്മിൽ എതിരാവുന്നുണ്ട്. എതിരാണ്. അനക്ക് കിട്ടിയത് ഇജ്ജ് വിശദീകരിച്ചോ? അങ്ങനെ പ്രശ്നം തീർന്നു. നിങ്ങൾക്ക് കിട്ടിയ വിവരം വെച്ച് നിങ്ങൾ ഷിർക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞോ? മൻസൂർക്ക് അങ്ങനല്ല, നമ്മൾ ഷിർക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞോ? അല്ലാഹുവിൽ ഷിർക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞോ എന്റെ അടുത്ത്? അല്ല, നിങ്ങള് അങ്ങനല്ല, നമ്മളിപ്പോ സംസാരിക്കല്ലേ. ഞാൻ പഠിച്ച കാര്യം, നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾ യൂട്യൂബ് വഴി ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നില്ലേ? എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ എത്തിക്കണം. അതല്ലേ ഞാനും ചെയ്യും. മര്യാദക്ക് സംസാരിക്കണം. ഇവിടുന്ന് അങ്ങോട്ട് പറയുമ്പോ കേട്ടിരിക്കേ. മനസ്സിലാവുണ്ടോ? അജ്ജാതി വർത്താനങ്ങൾ. ഇജ്ജ് ആരാണ്? ഇമ്രാൻ എജ്ജ് ഏതാണെന്നുള്ളത് എനിക്കറിയാം. ഈ വോയിസ് എന്റെ വീട്ടുകാർക്ക് ഞാൻ എത്തിച്ചു കൊടുക്കണോ? പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന കുട്ടിയാണ് ഇജ്ജ്.
ഇജ്ജാണ് ഈ അല്ലല്ലാത്തവരെ വിളിച്ചു തേടാൻ വേണ്ടിട്ട് തെളിവുണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്. 4 ലക്ഷം പഠിക്കുന്ന ഞാൻ ഫസ്റ്റേ പറഞ്ഞു, മര്യാദക്ക് പറയണത് കേൾക്കുക. ബുഖാരിയിലുള്ള ഹദീസാണ് ഞാൻ പറഞ്ഞത്. ബുഖാരിയിലുള്ള ഏത് ഹദീസാണ് ഇജ്ജ് പറയണത്? സഹീൽ ബുഖാരിക്ക് എന്താണ് ഖിയാമത്ത് നാളിൽ വെച്ച് നടക്കുന്ന ഷഫാഅത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഖിയാമത്ത് നാളിൽ നടക്കുന്ന ഷഫാഅത്തിന് ഞാൻ എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? അതായത് ഖിയാമത്ത് നാളിൽ അതായതല്ല, ഇതിന് ചോദിച്ചതിന് മറുപടി. ഖിയാമത്ത് നാളിൽ നടക്കുന്ന ഷഫാഅത്തിനെതിരായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കണേ? ഇടനിലക്കാരെ വെച്ചാൽ ഇവിടെ മാനസിക രോഗിയായ CM വിളിച്ചു തീർന്നതും നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തിന് തീർന്നതും ഒന്നാണെന്നാ ജി പറയണത്. അതെ, അല്ല അന്റെ കുടുംബം പഠിക്കാൻ കൊണ്ടാക്കിയിരിക്കണ ഇതുപോലെയുള്ള വൃത്തികെട്ട അള്ളാഹുവിൽ ശിർക്ക് വെക്കുവാൻ പിന്നെ പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടാക്കിയിരിക്കണേ. ഇത് ശിർക്കല്ല. ഞാൻ എന്റെ കുടിയിൽ വന്നിട്ടോ അല്ലെങ്കിൽ എന്റെ റൂമിൽ വന്നിരുന്നിട്ടോ എന്തേലും പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് എന്റെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഫോണിൽ വിളിക്കാൻ ഞാൻ എന്റെ യൂട്യൂബ് ചാനലില്, എന്റെ യൂട്യൂബ് ചാനലല്ല, എന്റെ യൂട്യൂബ് ചാനലിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് പറഞ്ഞോ? അല്ല, അതിന്റെ അപ്പുറമൊന്നുമില്ല. അതന്നെ എന്റെ കുടിയിൽ വന്നിട്ട് ഞാൻ എന്തേലും കത്തെഴുതി തന്നിക്കണോടോ? നിങ്ങൾ വർത്താനായി പറയണത്. 2-3 പ്രാവശ്യം പറഞ്ഞല്ലോ. എന്റെ വീഡിയോയിലുള്ളത് എന്താണോ അത് പറയാ. ഷഫാഅത്തിനെ ഞാൻ എതിർത്ത് കുണിച്ച അത് പറയാ. അല്ലാണ്ട് ഏതെങ്കിലും മാനസിക രോഗിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, മരിച്ചു പോയ ചത്ത് മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന ഏതെങ്കിലും മാനസിക രോഗിനെ ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ എന്ത് വേണം? അങ്ങനെ ഞാൻ മാന്യമായിട്ട് പറഞ്ഞു. ഇനി ഈ കാര്യം പറഞ്ഞിട്ട് എന്റെ ഫോണിൽ വിളിക്കരുത്. ഈ വീഡിയോ ഒരു കാര്യം കൂടി. എന്ത് കാര്യം? CM മടവൂരിനെ മാനസിക രോഗി. ഇനി എന്താ? 10 മിനിറ്റ്. മാനസിക രോഗി ജനങ്ങൾ മടവൂരിനെ വെച്ച് ഇങ്ങനെ ചിലക്കൽ തുടങ്ങിയിട്ട് 3-4 വട്ടം അത് കട്ട് ചെയ്തിട്ടും പിന്നെ ഇതിലേക്ക് ഇങ്ങനെ എന്താ ആവശ്യം? CM മടവൂരല്ല, CM മാനസിക രോഗി. മടവൂർ നിങ്ങൾ മാനസിക രോഗി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പറയുമ്പോ അങ്ങോട്ട് കേൾക്കണം. ഇങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ്, അങ്ങോട്ട് പറയുമ്പോ അത് കേൾക്കണം. അല്ലെങ്കിൽ കേൾക്കുമാണ്ടേ പറയുന്നത് കേൾക്കണം. CM സ്മരണികയിൽ ഉണ്ടോ മാനസിക രോഗിന്ന്? ഞാൻ ചോദിക്കുന്നൊന്ന് കേൾക്ക് ഫസ്റ്റ്. അന്റെ അടുത്ത് ഞാൻ പറഞ്ഞ ഇജ്ജ് കേൾക്കണം, അല്ല ഇജ്ജ് ഫോൺ വെച്ചിട്ട് പോ. അന്റെ അടുത്ത് ഞാൻ വിളിച്ചില്ലല്ലോ. CM മടവൂർ മാനസിക രോഗിയാണെന്ന് നിങ്ങൾക്ക് അറിയോ? CM സ്മരണികയിൽ ഉണ്ട്. അത് തെളിവ് നിങ്ങൾക്ക്? CM മടവൂർ സ്മരണികയിലുള്ളത് എനിക്ക് തെളിവ്. അല്ലെങ്കിൽ ഇജ്ജ് പോയിട്ട് പിന്നെ മർക്കസിൽ നിന്ന് ഇറക്കിയ CM സ്മരണിക കീറിക്കളയടോ. CM സ്മരണികയില് CM മടവൂരെ വിളിച്ച് പ്രാർത്ഥിക്കാന്നുണ്ട്. അതിന് നിങ്ങൾ തെളിവ് പിടിക്കുക. CM മടവൂരിനെ ഏത് ചെയ്താനെ ഇജ്ജ് പോയിട്ട് ഏത് മാനസിക രോഗിനെ പ്രാർത്ഥിക്ക്. ഇനി അനക്ക് എന്തേലും വേണമെന്നുണ്ട് എന്റെ ഫോണിൽ വിളിച്ചിട്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടില്ല. എന്റെ വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാ. ഇല്ലേ വിഷയം തന്നെയാണ് മൻസൂർ സാഹിബ് ഞാൻ സംസാരിക്കുന്നത്. എന്ത് സംസാരിക്കുന്നത്? അതായത് ദുനിയാവില് മരണപ്പെട്ടതിന് ശേഷം നമ്മൾ മരണപ്പെട്ട CM പിരാന്തനെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ച ഇജ്ജ് എന്ത് പറയണേ? CM മടവൂർ ആ വിഷയം പിരാന്തനാണ്. അയാൾക്ക് പെണ്ണിനെ 1 ചൊല്ലി 3 ചൊല്ലി 4 ചൊല്ലി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചില്ലേ? അങ്ങനത്തെ ഒരു തലാഖ് ഇസ്ലാമിലുണ്ടോ? എങ്ങനെയുള്ള തലാഖ്? 1 ചൊല്ലി 2 ചൊല്ലി 3 ചൊല്ലി അബുഖറാജിനെ കുടി കൊണ്ടാക്കിക്കോന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു തലാഖ് ഇസ്ലാമിലുണ്ടോ? അതന്നല്ലേ ഇസ്ലാമിലുള്ള തലാഖ്. ഏത് ഇസ്ലാമിലുള്ള തലാഖ്? എന്ത് കാരണം കൊണ്ടാണ് CM അബുഖറാജിയുടെ മകളെ തലാഖ് ചെല്ലിയിരിക്കുന്നത്? തലാഖ് ചെല്ലാൻ കാരണമാണോന്നില്ലല്ലോ. ചെറുക്കച്ചേ മോയന്റെ തലാഖ് കാരണം മാറ്റാ. തോന്നിയാൽ എനിക്ക് തൊലാഖ് ചെല്ലാലോ. എങ്ങനെ ഏത് ഇസ്ലാമാ ജി പറയണത്? അനെ കാന്തപുരം മല്ലയാണ് അത് പഠിപ്പിച്ചത്? മോയന്റെ സിംഹാസനം കുലിങ്ങനെ കാര്യം പറയണ ഇജ് ആർക്കാ വിളിച്ചിങ്ങനെ അറിയോ? കാരണമാണത്രേ. ഇത് വീഡിയോ ഞാൻ കേട്ടോടാ. അന്റെ കുടുംബം എത്രയും ദൂരത്തേക്ക് എന്നെ പഠിക്കാൻ വിട്ടിരിക്കുന്നത്, ഇഫ്ള് ഖുർആനൊക്കെ പഠിക്കാൻ വിട്ടിരിക്കുന്നത് ഇതിനാണ് എന്നുള്ളത് ആൾക്കാരൊന്ന് അറിയട്ടെ. എന്നിട്ട് ഇജ്ജത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ പുകഴ്ത്താൻ വരുമല്ലോ വെള്ളാലിയും കുപ്പായ ഇട്ടിട്ട്. ആ പുകഴ്ത്തുമ്പത്തെ ആൾക്കാരൊന്ന് അറിയട്ടെ. ഈ പഠിക്കുന്ന കാലത്ത് പഠിക്കേണ്ട സമയത്ത് പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ ചെയ്ത് നടക്കണ ഈ ചെക്കൊക്കെയാണ് ഇവിടെ പഠിക്കാൻ വരുന്നത്.